ഇന്ത്യൻ സോഷ്യൽ മീഡിയയെ ഉലച്ചുകൊണ്ട് ഒരു പുതിയ ഡിജിറ്റൽ പ്രസ്ഥാനമായാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP ഉടലെടുത്തത്. കുട്ടിക്കളിയോ തമാശ ട്രോളോ അല്ല ഇതിലുള്ളത്. ഇന്ത്യൻ ജെൻസി പിള്ളേർ ഏറ്റെടുത്ത ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റായാണ് അടയാളപ്പെടുത്തുന്നത്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെ പോലും പിന്നിലാക്കിയ ഒരു പുതിയ ഡിജിറ്റൽ മുന്നേറ്റമാണ് കോക്രോച്ച് ജനതാ പാർട്ടി. തമാശയായി തുടങ്ങി പിന്നീട് യുവാക്കളുടെ വലിയൊരു പ്രതിഷേധ ശബ്ദമായി മാറി. പ്രസ്ഥാനത്തിന്റെ പിറവിക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. മെയ് 15-ന് കോടതി വാദത്തിനിടയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചു വിമർശിച്ചു. വ്യാജ ബിരുദങ്ങൾ കാണിച്ച് ആക്ടിവിസവും ജേർണലിസവും നടത്തുന്ന ചില യുവാക്കളെ പാറ്റകളോടാണ് ഉപമിച്ചത്. തൊഴിലില്ലാത്ത ഒരു കൂട്ടം യുവാക്കളാണ് ആക്ടിവിസ്റ്റുകളായി മാറി സിസ്റ്റത്തെ ആക്രമിക്കാൻ തുടങ്ങുന്നതെന്നായിരുന്നു പരാമർശം. യുവാക്കളെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ പരാമർശത്തെ ജെൻസി കണ്ടത്. എങ്കിൽ എല്ലാ പാർട്ടികൾക്കും ഒരുമിച്ച് ചേർന്നുകൂടെ എന്ന് ചോദിച്ചാണ് മെയ് 16-ന് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ പേജും വെബ്സൈറ്റും തുടങ്ങിയത്. ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ഉയർന്നുവന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ മുന്നണിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് CJP സ്വന്തമാക്കിയത്. വോയിസ് ഓഫ് ദ ലേസി ആൻഡ് അൺഎംപ്ലോയിഡ് ടാഗ്ലൈനിലൂടെയാണ് വെബ്സൈറ്റ് ആരംഭിച്ചത്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലക്ഷക്കണക്കിന് യുവാക്കൾ മെമ്പർമാരായി. ചിത്രങ്ങളും ചെറു വീഡിയോകളും ഉൾപ്പെടെ 50ഓളം പോസ്റ്റുകൾ മാത്രമാണ് CJP ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. യുവാക്കൾക്ക് വേണ്ടി യുവാക്കളാൽ തിരഞ്ഞെടുക്കപ്പെട്ട യുവാക്കളുടെ രാഷ്ട്രീയ മുന്നണി എന്നാണ് CJPയുടെ ഇൻസ്റ്റാഗ്രാം ബയോ. അഭിജിത് ദീപ് കെ എന്ന യുവാവാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ മഹുവ മൊയ്ത്ര, കീർത്തി ആസാദ്, ചലച്ചിത്ര പ്രവർത്തകരായ അനുരാഗ് കശ്യപ്, കൊങ്കണ സെൻ ശർമ്മ, ഇഷ ഗുപ്ത, ഫാത്തിമ സന ഷെയ്ഖ്, കൊമേഡിയനായ കുനാൽ കമ്ര തുടങ്ങിയവർ പാർട്ടിയിൽ അംഗത്വമെടുത്തിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി ഒരു ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടിയല്ല. ഇന്ത്യയിലെ യുവത്വത്തിന്റെ നിരാശയും അമർഷവും തെളിയിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ മൂവ്മെന്റ് ആണ്. ഒരു ട്രോളായി തുടങ്ങിയ ആശയം യുവാക്കളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദിയായി മാറി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.